ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ട്രാൻസ്ഫേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അത് എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഞാൻ പറയാം. കാരണം ഇത് ഈ പ്ലെയേഴ്സിനെ ഭൂരിപക്ഷം ആളുകൾക്കും ചിലപ്പോൾ അറിയാനുള്ള സാധ്യതയില്ല. ആദ്യത്തേത് ഹർഷിത ജെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വുമൻസ് ഫുട്ബോളറാണ്. ഈ ഒരു താരത്തിൻ്റെ ട്രാൻസ്ഫർ എന്തുകൊണ്ട് ഒരു പ്രത്യേകത ഉള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറോപ്പിലേക്കാണ് ഈ ഒരു താരം ട്രാൻസ്ഫർ നടത്തുന്നതും ഒരു ടോപ്പ് ടയറിലേക്ക്, റൊമേനിയൻ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള അത്ലറ്റിക് ഒളിമ്പിയ ഗേർല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലേക്കാണ് ഈ ഒരു മഹാരാഷ്ട്രയിൽ നിന്നിട്ടുള്ള ഫോർവേഡ് ഒരു മൂവ് നടത്തുന്നത് എന്നുള്ളതാണ്. താരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുൻ ഗോകുലം കേരള FC ഒക്കെ ഒരു പ്ലെയർ ആയിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ആസ്പെയർ FC എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് കളിച്ചത്. മഹാരാഷ്ട്ര ലീഗിൽ കഴിഞ്ഞ സീസണിൽ 7 ഗോളുകൾ അടിക്കാനായിട്ട് സാധിച്ചു. ലീഗിലെ തന്നെ സെക്കൻഡ് ടോപ്പ് സ്കോററൊക്കെ ആയിരുന്നു. 23 വയസ്സുകാരിയായിട്ടുള്ള ഈ ഒരു താരം ദേവഗിരി കോളേജിൻ്റെയും ഒരു പ്ലെയർ ആയിരുന്നു എന്നുള്ളതും പറയേണ്ടതാണ്. മഹാരാഷ്ട്ര ക്ലബ്ബായിട്ടുള്ള കെങ്ക്രി FCയിലും താരം കളിച്ചിട്ടുണ്ട്. മനീഷ കല്യാണും ബാലാദേവിക്കും ഒക്കെ ശേഷം യൂറോപ്പിലൊരു മികവ് കാട്ടുന്ന ഇന്ത്യൻ വുമൻസ് താരമായി മാറാൻ ഈ ഒരു താരത്തിന് സാധിക്കട്ടെ എന്നുള്ളതാണ്. അടുത്തത് അണ്ടർ 17 സ്റ്റാർ ആയിരുന്ന ലാൽ പേഗ്ലുവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരം. അണ്ടർ 17 ഒക്കെ ഫോളോ ചെയ്തുള്ളവർക്ക് അറിയാം. അതായത് കോറു സിംഗിൻ്റെ ഒക്കെ ബാച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. ഒരു ഫോർവേഡ് ആയിട്ടുള്ള താരമാണ്. മിസോറാമിൽ നിന്നുള്ള ഒരു താരമാണ്. താരം ചെന്നൈയിൻ FCയിൽ നിന്ന് ചാൻമരി FC എന്ന് പറഞ്ഞിട്ടുള്ള മിസോറാം ക്ലബ്ബിലേക്കുള്ള ഒരു മൂവ് നടത്തുന്നു എന്നുള്ളതാണ്. താരം മിസോറാം താരം തന്നെയാണ്. അപ്പം തൻ്റെ ലോക്കൽ ക്ലബ്ബിലേക്ക് തന്നെയുള്ള ഒരു കൂടുമാറ്റമാണ് താരം നടത്തുന്നത് എന്നുള്ളതാണ്. ഇതൊരു മികച്ച മൂവ് തന്നെയാണ്. കാരണം അണ്ടർ 17 ബാച്ചിലെ വൺ ഓഫ് ദി ടാലൻറ്റഡ് പ്ലെയർ തന്നെയായിരുന്നു ലാൽ പേഗ്ലുവ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷേ താരം ചെന്നൈയിൻ FCയിലേക്കുള്ള ഒരു മൂവ് നടത്തിയത് തീർത്തും ഒരു മികച്ച തീരുമാനമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അവിടുത്തെ സ്റ്റേറ്റ് ഓഫ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റിസർവ് ടീമിനൊന്നും മാച്ചസ് കിട്ടുന്നില്ല. താരം റിസർവ് ടീമിലേക്കാണ് പോയത്. അപ്പം അവിടെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ AFFൻ്റെ യൂത്ത് ലീഗോ അല്ലെങ്കിൽ RFDLO പോലെയുള്ളതാണ് കളിക്കാൻ അവസരം കിട്ടിയത്. അതും വളരെ കുറഞ്ഞ ഗെയിം ടൈം മാത്രമേ താരത്തിന് ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. സ്റ്റിൽ 18 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം ചാൻമരി FC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബ് I ലീഗിലേക്ക് പ്രൊമോട്ടായിട്ട് വന്നിട്ടുള്ള ക്ലബ്ബാണ്. അവിടെ അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. AFC അണ്ടർ 17 ഏഷ്യൻ കപ്പിൽ 3 മത്സരങ്ങളിൽ 1 ഗോളും സ്കോർ ചെയ്തിട്ടുള്ള താരമാണ്. അതുപോലെ തന്നെ ആ അണ്ടർ 17 ബാച്ചിൽ ഒരുപാട് ഗോൾസിന് വേണ്ടിയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളൊരു താരം തന്നെയാണ് ലാൽ പേഗ്ലുവ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചാൻമരിയിൽ ഒരു മികച്ച പ്രകടനം നടത്താനാകട്ടെ, പിന്നീട് അദ്ദേഹത്തിന് ഒരു മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് ട്രാൻസ്ഫേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം തീർച്ചയായും കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റിയ സനിയ.